ആരാധ്യനായ അധ്യക്ഷൻ ഗോപിനാഥ് സാർ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ അബ്ദുൽ സലാം സാർ, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇന്നീ ചടങ്ങിൽ നിർവഹിച്ച ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, നമ്മുടെ എല്ലാം മാർഗദർശിയായ സഞ്ജയേട്ടൻ, പുസ്തകത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി തന്ന പ്രിയ സഹോദരൻ GK സുരേഷ് ബാബു, സ്വാഗത പ്രസംഗം നടത്തിയ രാജേന്ദ്രൻ, പരിപാടിയിൽ എത്തിച്ചേർന്ന സഹോദരീ സഹോദരന്മാരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഇനി കൂടുതൽ എന്തെങ്കിലും പറയണം എന്ന് കരുതുന്നുമില്ല. പുസ്തകം എഴുതിയ ആളെന്നുള്ള നിലയ്ക്ക് വളരെയേറെയൊന്നും സംസാരിക്കുക പതിവുമില്ല. പുസ്തക പ്രകാശനത്തിൽ ഒരു നന്ദി വാക്ക് പറയുക എന്നത് മാത്രമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ. ഒരു 4-5 വർഷം മുമ്പ് കൊളച്ചൽ യുദ്ധ വിജയ സ്മരണയിൽ ഒരു പരിപാടി നടത്തണം എന്ന് തിരുവനന്തപുരത്തെ ചില പ്രവർത്തകന്മാരൊക്കെ തീരുമാനിക്കുകയും അതനുസരിച്ച് ചില തയ്യാറെടുപ്പുകളൊക്കെ നടക്കുകയും ചെയ്തു. അതോടനുബന്ധിച്ച് ഒരല്പം കൂടുതൽ പഠനം, നമ്മൾ കേട്ട് അറിവുള്ള കാര്യങ്ങൾ, വായിച്ചറിവുള്ള ചില കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കും ചിലതുണ്ടല്ലോ. ആ സമയത്ത് അതിനെക്കുറിച്ച് ചില ആധികാരിക രേഖകൾ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നെതർലാൻഡ്സിൽ, അതായത് ഡച്ചിൽ, ഔദ്യോഗിക ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരു മഹാത്മാവിനെ ഞാൻ ബന്ധപ്പെട്ടു. അവിടുത്തെ ആർക്കൈവ്സിൽ നിന്ന് എന്തെങ്കിലും രേഖകൾ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ മഹാത്മാവ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, വലിയ പണ്ഡിതനാണ്. വളരെയേറെ സ്വാഭാവികമായിട്ട് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ആൾക്ക് അത്തരം ഉയർന്ന പദവി വഹിക്കുക സാധ്യമല്ലല്ലോ. ചില സംഭാഷണങ്ങളിലൊക്കെ അല്പം ദേശീയത ഉയർന്നു വരുന്നു എന്നൊക്കെ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആ കടുത്ത കൈക്ക് പുറപ്പെട്ടത്. അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ചോദിച്ചു, ഇങ്ങനെ അവിടെ എന്തെങ്കിലും കിട്ടാനുണ്ടോ? സാധാരണ പാശ്ചാത്യരുടെ ഒരു കാര്യം, അവർ രേഖകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ബൗദ്ധികമായ സത്യസന്ധത അവർക്കുണ്ട്. പുറത്തെന്ത് പറയണം എന്നതും അവർ തീരുമാനിക്കും. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖ ശേഖരിക്കുന്ന കാര്യത്തിൽ, ഇപ്പോൾ ബ്യൂട്ടിഫുൾ ട്രീ എന്ന പുസ്തകം ധരംപാൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ബ്രിട്ടീഷ് ആർക്കൈവ്സിലെ രേഖകൾ അത് കണ്ടെത്തി തന്നെ എഴുതിയതാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നെ വല്ലാതെ ഞെട്ടിച്ചു. സത്യത്തിൽ കുറേ ദിവസങ്ങളോളം എന്നെ ഹോണ്ട് ചെയ്ത ഒരു ഉത്തരവാണ് അദ്ദേഹം പറഞ്ഞത്. ആഫ്റ്റർ ഓൾ വാട്ട് വാസ് ഇറ്റ് നന്ദകുമാർ? അതൊരു ഉന്തും തള്ളും മാത്രമായിരുന്നില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലുള്ള പ്രയോഗം. ഒരു ഹക്കാമുക്ക മാത്രമായിരുന്നില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പോൾ കൊളച്ചൽ യുദ്ധം എന്ന നമ്മൾ നേടിയ ഒരു മഹാവിജയത്തെക്കുറിച്ച് എന്തെങ്കിലും രേഖകൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഭാരതത്തിൻ്റെ ഒരു പ്രതിനിധി എന്നോട് പറഞ്ഞത് അതൊരു വെറും ഉന്തും തള്ളും മാത്രമായിരുന്നില്ല, അതൊരു യുദ്ധമായിട്ടൊക്കെ കണക്കാക്കാനുണ്ടോ എന്നാണ് ചോദിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ തുടർന്ന് ഫോൺ ഉടനെ വെച്ചില്ല. ചർച്ച തുടർന്നുകൊണ്ടിരുന്നപ്പോൾ എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ, എന്നൊക്കെ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നു, ഒരു പരിപാടി നടത്തണം എന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ചെറിയ പുസ്തകത്തിൻ്റെ ഫ്രെയിംവർക്കൊക്കെ ഏകദേശം സ്കെൽറ്റനൊക്കെ തയ്യാറായി.
ഇപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിരിപ്പൂടെ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പ്ലാസി യുദ്ധത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ എന്ന് ഞാൻ ചോദിച്ചു. അതൊരു വമ്പൻ യുദ്ധമായിരുന്നില്ലേ? അതല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ അധ്യായം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. അതിനെ തുടർന്ന് പലതും ചർച്ച ചെയ്തു, കുറച്ചൊക്കെ തർക്കിച്ചു. ഏതായാലും അതവിടെ തീർന്നു. ഞാനിവിടെ ഈ സംഭവം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് 1741 ഒരു വിദേശ പാശ്ചാത്യ ശക്തിയെ പരിപൂർണമായും പരാജയപ്പെടുത്തി ഒരു യുദ്ധവിജയം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കാൻ പറ്റിയ ഒരു അധ്യായമാണ് കുളച്ചൽ യുദ്ധം. സത്യത്തിൽ പരിപൂർണമായും പരാജയപ്പെടുത്തി. ആ പരാജയപ്പെടുത്തിയത് എല്ലാവിധ പ്രാതികൂല്യങ്ങളോടും പൊരുതിയാണ്. പ്രാതികൂല്യങ്ങളെന്ന് പറയുമ്പോൾ ഡച്ചുകാരുടെ കയ്യിലുള്ള നേവൽ പടയോട്, നാവികപ്പടയോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സുസജ്ജമായ നാവികപ്പട തിരുവിതാംകൂറിനില്ല. ആ യുദ്ധത്തിൽ പരിചിതരായ ആൾക്കാരില്ല. മറുവശത്ത് ഡച്ച് എന്ന് പറയുന്ന ഡച്ച് പട ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ, ഏറ്റവും ശക്തമായ, ഏറ്റവും ആസൂത്രിതമായ, ഏറ്റവും ആധുനികമായ നാവികപ്പടയുടെ നാടാണ്. അതിന് തൊട്ടു മുമ്പ് നടന്ന 2 പ്രധാനപ്പെട്ട ആംഗ്ലോ ഡച്ച് വാറുകളിൽ പരിപൂർണമായ വിജയം നേടിയ നാടാണ് ഡച്ച്. ഇംഗ്ലണ്ടിനെ നിശേഷം പരാജയപ്പെടുത്തി. അതിനുശേഷം നടന്ന യുദ്ധങ്ങളിൽ ഇംഗ്ലണ്ട് ജയിച്ചു, അത് വേറെ കാര്യം. പക്ഷേ 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക ദശകങ്ങളിൽ നടന്ന യുദ്ധങ്ങളിൽ വിജയിച്ച് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറാനുള്ള ഔദ്ധത്യവുമായി ഭാരതത്തിൻ്റെ തെക്കൻ മുനമ്പിൽ വന്ന് ഭാരതത്തിൻ്റെ വടക്കു ഭാഗത്തേക്ക് പ്രയാണം ആരംഭിക്കാൻ എല്ലാവിധ സന്നാഹങ്ങളുമായി എത്തിയ ഡച്ചിനെയാണ് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ ധീരനായ ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ അതിബുദ്ധിമാനായ മന്ത്രിയും പടയാളികളും ചേർന്ന് പരാജയപ്പെടുത്തിയത്, നിശേഷം പരാജയപ്പെടുത്തിയത്. ഇത് അഭിമാനകരമായ ഒരു ചരിത്ര സംഭവമാണ്. പക്ഷേ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ ചരിത്രം പഠിച്ചവരാണ്. കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കാൻ എത്ര വാക്കുകളാണ് നമ്മുടെ ചരിത്ര പുസ്തകത്തിലുള്ളത്. എന്നാൽ 16 വർഷങ്ങൾക്ക് ശേഷം നടന്നതായി നമ്മളെ മനസ്സിലാക്കിച്ച, ഞാൻ ഇൻവെർട്ടഡ് കോമയിൽ പറയുകയാണ്, നടന്നതായി നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഈ പ്ലാസി യുദ്ധം 1757 ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സംവിധാനത്തെക്കുറിച്ചോ മാത്രം പറയാനല്ല ഈ ചരിത്ര സംഭവം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്, നമ്മുടെ മനോഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. 1757 നടന്നതായി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാസി യുദ്ധം എത്ര സമയത്തേക്ക് നടന്നതാണ്? എത്ര സമയത്തേക്ക്? കുളച്ചൽ യുദ്ധം ജൂലൈയിൽ തുടങ്ങി ആഗസ്റ്റ് വരെ നീണ്ടുനിന്ന യുദ്ധമാണ്. അവസരം പാർത്ത് കടലിളക്കത്തിൻ്റെ, തിരയിളക്കത്തിൻ്റെ അളവുകൾ പോലും അളന്നെടുത്താണ് മാർത്താണ്ഡവർമ്മയും രാമയ്യനും യുദ്ധം ആസൂത്രണം ചെയ്തത്. ഈ തെക്കൻ മുനമ്പിലെ കടലിൻ്റെ ഇളക്കത്തെ, മഴക്കാലത്തെ കടലിൻ്റെ ഇളക്കത്തെ, അവിടെ യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ഡച്ചുകാരുടെ ദൗർബല്യത്തെ പരമാവധി ഉപയോഗിക്കാൻ സമയം നീക്കി വെച്ചിട്ടാണ് യുദ്ധം ചെയ്തത്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്ലാസി യുദ്ധത്തിൻ്റെ ദൈർഘ്യം എത്രയായിരുന്നു? കേവലം 11 മണിക്കൂറാണ് ആ യുദ്ധം നീണ്ടുനിന്നത്. യുദ്ധമെന്ന് പറയുന്ന ആ സാധനം നീണ്ടുനിന്നത്. അതിൽ തന്നെ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ദ സോ കോൾഡ് ലീഡർ ഓഫ് അവർ, നമ്മുടേത് എന്ന് പറയപ്പെടുന്നതായ ലീഡർ സിറാജുദ്ദൗള യുദ്ധക്കളം ഓടിക്കളഞ്ഞു. പക്ഷെ നമ്മളിപ്പോഴും കൊണ്ടാടുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന പോരാട്ടത്തിൻ്റെ തുടക്കമായി, ധിരോദാത്തമായ പോരാട്ടമായി, പലയിടങ്ങളിലെയും പ്രദർശനത്തിൻ്റെ ആദ്യ പീസായി വയ്ക്കുന്നത് ഈ യുദ്ധത്തെയാണ്, വർണ്ണിക്കുന്നത് അതിനെയാണ്. എന്താണ് ഈ ഒരു വൈജാത്യത്തിന്, ഈ ഒരു വൈരുദ്ധ്യത്തിൻ്റെ കാരണം? എന്തുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരു വിജയത്തിൽ നിന്ന് തുടങ്ങുന്നില്ല? എന്തുകൊണ്ടാണ് ഒരു പരാജയത്തിൽ നിന്ന് ആരംഭിക്കുന്നത്? ഈ ചിന്ത മനസ്സിനെ വല്ലാതെ മഥിച്ചിരുന്നു. ഇവിടെ നേരത്തെ സഞ്ജയേട്ടൻ സൂചിപ്പിച്ചു,
ഇപ്പോഴും നമുക്ക് നമ്മുടെ ചരിത്ര പുസ്തകത്തെ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ പരിപൂർണമായും ദേശീയവൽക്കരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവല്ലേ NEP 2020 എന്ന് പറയുമ്പോൾ ഒന്ന് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറഞ്ഞാൽ 947 മുതലോ അല്ലെങ്കിൽ പോട്ടെ സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാഷ്ട്രമായ 950 ജനുവരി 26 മുതൽ 2020 വരെ നമ്മുടെ തലമുറകൾ, നമ്മളടക്കമുള്ള തലമുറകൾ പഠിച്ച വിദ്യാഭ്യാസം എന്തായിരുന്നു? ആരാണത് തയ്യാറാക്കിയത്? ദേശീയ വിദ്യാഭ്യാസ നയം എന്നിപ്പോൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാമല്ലോ, ആ കഴിഞ്ഞു പോകുന്ന കാലങ്ങളിൽ നമ്മൾ പഠിച്ചത് ദേശീയ വിദ്യാഭ്യാസം ആയിരുന്നില്ലേ? വേറെ ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസം ആയിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാരണം സ്വത്വത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ആവിഷ്കരിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഫ്രെയിംവർക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള നമ്മുടെ അപ്രോച്ചായാലും ഫ്രെയിംവർക്കായാലും നമ്മുടെ പ്രിസമായാലും എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അത് പരിപൂർണമായും ഒരു കോളനി അടിമത്തത്തിൽ നിന്ന് ഉണ്ടായ ഒരു ഫ്രെയിംവർക്കാണ്, അല്ലെങ്കിൽ ഒരു വീക്ഷണഗതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ നോക്കിയത്. ഈ കഴിഞ്ഞ മാസമാണ് നമ്മുടെ ആരാധ്യനായ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, അദ്ദേഹം ഡൽഹിയിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ റിസർച്ച് ചെയ്യുന്ന ഉന്നത മേധാശക്തിയുള്ള വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്തൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നിങ്ങളിൽ ചിലരെങ്കിലും വായിച്ചു കാണും, പത്രങ്ങളിൽ അച്ചടിച്ചു വന്നപ്പോൾ. ആ പ്രസംഗത്തിലെ ഏറ്റവും കാതലായൊരു ഭാഗം എന്തായിരുന്നു? അത് വല്ലാതെ ആകർഷിച്ചു. ആ ഭാഗം അദ്ദേഹം പറയുന്നുണ്ട്, ഈ അന്താരാഷ്ട്ര പഠന മേഖലയിൽ, നയതന്ത്ര മേഖലയിലേക്കൊക്കെ കടക്കാൻ പോകുന്ന നിങ്ങൾ ഇതുവരെ മറ്റു സംസ്കാരങ്ങളെ, മറ്റു രാഷ്ട്രങ്ങളെ പഠിച്ചത് ഏതൊരു കണ്ണടയിലൂടെയാണ്? അത് തീർത്തും ഒരു പാശ്ചാത്യ കണ്ണടയിലൂടെയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മൾ തന്നെ പറയുകയാണ്, നമുക്ക് നമ്മുടേതായ വിധത്തിലുള്ള ഒരു നയതന്ത്ര സംവിധാനം ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് നമ്മളെ തന്നെ. ഒരു അന്താരാഷ്ട്ര ബന്ധ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള ബോധമുണ്ടായിരുന്നില്ല ഭാരതത്തിന്. അതുകൊണ്ട് നമ്മൾ വിദേശി ഉണ്ടാക്കി തന്ന ആ കാഴ്ചപ്പാടിലൂടെ ഇതിനെ നിരീക്ഷിക്കുകയാണ് എന്നാണ് ജയശങ്കർ അവിടെ അവരോട് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ശരിയാവുക? സത്യത്തിൽ നമ്മൾ ഏത് സംസ്കാരത്തെ, ഏത് രാഷ്ട്രത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അവരോടും ഘോരമായ അന്യായം ചെയ്യുകയാണ് നമ്മൾ. അതേപോലെ തന്നെ 5000 വർഷമെങ്കിലും കുറഞ്ഞ പക്ഷം പരിചയമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രത്തോടും നമ്മൾ അന്യായം ചെയ്യുകയാണ്. ക്രൂവൽ ഇൻജസ്റ്റിസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻജസ്റ്റിസാണ്. എങ്ങനെയാണ് 5000 വർഷത്തിൽ കൂടുതൽ പഴക്കം ഒരു രാഷ്ട്രത്തിനുണ്ടാവുക? എങ്ങനെ നിലനിൽക്കാൻ കഴിയും ആ രാഷ്ട്രത്തിന്? അതിന് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ കാഴ്ചപ്പാടില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? നയതന്ത്ര ബന്ധങ്ങൾ എന്താണെന്ന് അറിയില്ലെങ്കിൽ ആ രാഷ്ട്രം എങ്ങനെ ഈ 5000 വർഷത്തെ അതിജീവിച്ചു എന്നത് തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ സമീപിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സോ യു ഹാവ് ടു ചേഞ്ച് യുവർ ഗെയ്സ്, യു ഹാവ് ടു റിവേഴ്സ് യുവർ ഗെയ്സ്. നിങ്ങളുടെ നോട്ടത്തെ നിങ്ങൾ തിരിച്ചാക്കണം. അദ്ദേഹത്തിൻ്റെ ഉപദേശം അതായിരുന്നു. ഭാരതത്തിൻ്റെ നിലപാട് തറയിൽ നിന്നുകൊണ്ട് മറ്റു രാഷ്ട്രങ്ങളെ നോക്കൂ. അവരുടെ കാഴ്ചപ്പാട് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുന്നതിന് പകരം ഇവിടെ നിന്നിട്ട് നോക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തെളിച്ചമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇത് ആ വിഷയത്തെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ ചരിത്ര പഠനത്തെ സംബന്ധിച്ചും നമ്മുടെ രാജനൈതിക ശാസ്ത്രത്തെ സംബന്ധിച്ചും മൊത്തം സമാജ വിജ്ഞാനത്തെ സംബന്ധിച്ചും സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചും ഒക്കെ ഇത് ശരിയാണ്. ഇതാണ് വസ്തുത. ആചാര്യ PC റായെക്കുറിച്ച് സംസാരിച്ചു. സുരേഷ് ബാബുജി പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രൂവ് ചെയ്യാൻ ആഗ്രഹിച്ച എന്തായിരുന്നു? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം തെളിയിക്കാൻ ആഗ്രഹിച്ച എന്തായിരുന്നു? ഭാരതത്തിന് ഭാരതത്തിൻ്റെതായ
ശാസ്ത്ര പാരമ്പര്യമുണ്ട്, രസതന്ത്ര ശാസ്ത്ര പാരമ്പര്യമുണ്ട്, എല്ലാ മേഖലയിലും കാഴ്ചപ്പാടുണ്ട്. ഭാരതം നിങ്ങളുടെ പിറകിലുള്ള രാഷ്ട്രമല്ല, നിങ്ങളെക്കാളും എത്രയോ മുന്നിലായിരുന്നു എന്ന് തെളിയിക്കായിരുന്നു ചെയ്തു. നമ്മുടെ ഈ ഭൂതകാലത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയും തമ്പേറടിക്കുകയും അഭിരമിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് പറഞ്ഞത്. നമുക്ക് നമ്മുടെ തനിമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ശാസ്ത്രവീക്ഷണം ഉണ്ടായിരുന്നു, കലാവീക്ഷണം ഉണ്ടായിരുന്നു. കലയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് വളരെ ഉദാത്തമാണ്. അരവിന്ദ മഹർഷി ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചറിലൊക്കെ അതിനെക്കുറിച്ച് 2-3 ചാപ്റ്ററുകൾ തന്നെ എഴുതിയിരിക്കുകയാണ് ഇന്ത്യൻ ആർട്ട് എന്നുള്ളതിനെക്കുറിച്ച്. ഭാരതത്തിൻ്റെ ഒരു കലാസങ്കല്പമുണ്ട്. ആ കലാസങ്കല്പം പാശ്ചാത്യരുടേതല്ല, പാശ്ചാത്യരുടെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സാ കല യാ വിമുക്തയേ എന്ന് നമ്മുടെ ആചാര്യന്മാർ പറയുമ്പോൾ, ഭരതമുനി നാട്യശാസ്ത്രത്തിൽ കല വെറും മോദത്തിനു വേണ്ടി മാത്രമല്ല ബോധത്തിനു വേണ്ടി കൂടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ, കലയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിൽ ആധ്യാത്മികമായ ഉന്നയനം കൂടി ഉൾപ്പെടുന്നു എന്ന് സിദ്ധാന്തിച്ചപ്പോൾ അത് പാശ്ചാത്യൻ്റെ കലാദർശനമല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കലയെക്കുറിച്ച് പഠിക്കുമ്പോൾ, കലയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ അവിടെയും ഈ പാശ്ചാത്യ ഫ്രെയിംവർക്കോ പാശ്ചാത്യ വീക്ഷണഗതിയോ ആണ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. സ്റ്റിൽ ദാറ്റ് എന്താ പറയുക, ആ കൊളോണിയൽ അവശിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുകയാണ്. അതാണ് സ്വാതന്ത്ര്യസമര ചരിത്രത്തെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ ഉദ്ധരിച്ച ആ സംഭവം. പറഞ്ഞു തുടങ്ങിയാൽ കുറേയേറെ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമര ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. അതിന് കേവലം രാഷ്ട്രീയ തലമല്ല ഉള്ളത്. മഹർഷി അരവിന്ദൻ എവേക്കനിങ് ഇന്ത്യൻ സോൾസ് എന്ന് പറയുന്ന ഭാരതീയ ആത്മാക്കളെ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ആ തലക്കെട്ടിൽ തന്നെ അതൊരു ലഘുപുസ്തകമായി വന്നിട്ടുമുണ്ട്. നമുക്കത് ഗൂഗിൾ പരതിയാൽ കിട്ടുകയും ചെയ്യും. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഇത്രയും ഭംഗിയായി ശാസ്ത്രശുദ്ധമായി നിർവചിച്ച മറ്റൊരു പണ്ഡിതനില്ല, മറ്റൊരു ദാർശനികനില്ല ഭാരതത്തിൽ. അദ്ദേഹം അതിൽ കൃത്യമായി പറയുകയാണ്, അവർ ടാസ്ക് ഇസ് നോട്ട് മെക്കാനിക്കൽ ഓർ ആർട്ടിഫിഷ്യൽ. നമ്മുടെ ലക്ഷ്യം സ്വാതന്ത്ര്യ സമരം എന്ന ലക്ഷ്യം, അതായത് ആ പരിപാടിയിൽ സംബന്ധിക്കുന്നവരൊക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവർ ടാസ്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുന്നത്. അവർ ടാസ്ക് ഇസ് നോട്ട് മിയർ മെക്കാനിക്കൽ ഓർ ആർട്ടിഫിഷ്യൽ, ഇറ്റ് ഈസ് മോറൽ ആൻഡ് സ്പിരിച്വൽ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം അത് ആധ്യാത്മികമാണ്, ധാർമ്മികമാണ് എന്ന് കൃത്യമായി നിർവചിച്ച മഹാത്മാവാണ് അരവിന്ദ മഹർഷി. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അരവിന്ദനെ നമിച്ചുകൊണ്ട് അരവിന്ദ മഹർഷി പറഞ്ഞ ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തന്നെ. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ പലപ്പോഴും പല പരിപാടികളിലും ആവർത്തിച്ചിട്ടുള്ളതാണ്, അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടാത്തത് കൊണ്ട് അദ്ദേഹം വാക്കുകളെ ഒരിക്കലും മിൻസ് ചെയ്യില്ല, വാക്കുകളെ ഒരിക്കലും വല്ലാതെ നേർമപ്പെടുത്തി ഉപയോഗിക്കില്ല, മൃദുവാക്കില്ല. വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറയുകയാണ്, ഭാരതത്തിൻ്റെ ദ വെരി കണ്ടന്റ് ഓഫ് അവർ നേഷൻ ദാറ്റ് ഈസ് സനാതന ധർമ്മ. ആ സനാതന ധർമ്മ അത് എല്ലാ മേഖലകളിലും ആവിഷ്കരിക്കുന്നതിനാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന സങ്കല്പം അത് രാഷ്ട്രീയം മാത്രമല്ല. രാഷ്ട്രീയമുണ്ട്, ഇല്ലാന്നല്ല, ഭരണതലത്തിൽ മാറ്റം വരണം. പക്ഷെ ഭരണതലത്തിൽ മാത്രം മാറ്റം വന്നതുകൊണ്ട് സ്വാതന്ത്ര്യം പൂർണ്ണമാവില്ല. സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഈ കണ്ടന്റ്, ദ വെരി കണ്ടന്റ്, ദ ഐഡന്റിറ്റി, ദ സെൽഫ്ഹുഡ്, വാട്ട് എവർ ഇറ്റ് മേ, ഈ സ്വത്വം അത് ഭാരതത്തിൻ്റെ എല്ലാ ജീവമാനമായ മേഖലയിലും ആവിഷ്കരിക്കാൻ കഴിയണം. ഇൻ എഡ്യൂക്കേഷൻ, ഇൻ അഗ്രികൾച്ചർ, ഇൻ ഇൻഡസ്ട്രി, ഇൻ തിയേറ്റർ, ഇൻ ആർട്ട് ആൻഡ് ഓഫ് കോഴ്സ് ഇൻ പൊളിറ്റിക്സ് ഓൾസോ. ഇതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. വിദ്യാഭ്യാസ മേഖലയിൽ, കൃഷിയുടെ മേഖലയിൽ. ഇപ്പൊ ബ്രിട്ടീഷ് കൊളോണിയൽ വാഴ്ചക്കാലത്ത് നമ്മുടെ കൃഷി പദ്ധതി പോലും എത്ര കണ്ട് മാറ്റപ്പെട്ടു. കൃഷിയുടെ സംവിധാനങ്ങളെ മാറ്റപ്പെട്ടു. പരമ്പരാഗത കൃഷിക്കാരെ തകർക്കാൻ വേണ്ടി എത്ര പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ കലയെ തകർക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ കലയെ തകർക്കാൻ എത്ര നിയമങ്ങൾ കൊണ്ടുവന്നു. തിയേറ്റർ ആക്ട് ഒക്കെ കൊണ്ടുവന്നിട്ടാണ് മോഹിനിയാട്ടം അടക്കം നിരോധിച്ചത്. ഇവിടെ കേരളത്തിൻ്റെ തനത് കലയായ മോഹിനിയാട്ടം ബ്രിട്ടീഷുകാരൻ നിരോധിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? അവൻ്റെ ആ പഴയ
അല്ലെങ്കിൽ അവൻ വിചാരിക്കുന്നു അവനാണ് ഏറ്റവും സദാചാരബോധമുള്ളതെന്ന്. ഒരു വിക്ടോറിയൻ സദാചാരബോധമുണ്ട് ഇംഗ്ലീഷുകാരന്, പാശ്ചാത്യന്. ആ വിക്ടോറിയൻ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ മോഹിനിയാട്ടം കളിക്കുമ്പോൾ മുഖത്ത് വരുന്ന ഭാവ വ്യത്യാസങ്ങൾ, ഭാവങ്ങൾ, ആ മുദ്രകളിലൊക്കെ, ക്ഷമിക്കണം, അവർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, ലൈംഗിക ചേഷ്ടകൾ ഉള്ളതിനാൽ സമൂഹത്തെ ഇമ്മോറലാക്കും മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തെ മാത്രമല്ല, ഭാരതത്തിൻ്റെ എല്ലാ ക്ലാസിക് കലകളുടെ നേരെയും അവർ ആക്രമണം അഴിച്ചു വിട്ടു, നിരോധിച്ചു. മോഹിനിയാട്ടത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഏറ്റവും പരിശ്രമിച്ച മഹാനുഭാവൻ ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോനായിരുന്നു, മഹാനായ കവി വള്ളത്തോൾ. അദ്ദേഹത്തിൻ്റെ പരിശ്രമമുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ നിരന്തരമായി ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിച്ച് അവസാനം നിയമ ഭേദഗതി നടത്തേണ്ടി വന്നു. ഇത് തന്നെ സംഭവിച്ചു മണിപ്പൂരി നൃത്തത്തിനെതിരായിട്ട്. എല്ലാ നൃത്തകലകൾക്കും ഭാരതീയ കലകൾക്കെതിരായിട്ട് അവർ ഇത്തരം പരിശ്രമങ്ങൾ നടത്തി. മണിപ്പൂരി നൃത്തത്തെ പുനരാവിഷ്കരിക്കുന്നതിന് ഇവിടെ വള്ളത്തോളിൻ്റെ പരിശ്രമം പോലെ മറ്റൊരു മഹാകവി ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറാണ് മണിപ്പൂരി നൃത്തത്തെ സംരക്ഷിച്ചത്. അദ്ദേഹം വിശ്വഭാരതിയിൽ അതൊരു ഫാക്കൽറ്റിയാക്കി മാറ്റി. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. പറഞ്ഞത്, നമ്മുടെ ഈ എല്ലാ മേഖലയെയും അവരാക്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ കാരണം എല്ലാ മേഖലയുടെയും സ്വതന്ത്രത, എല്ലാ മേഖലയുടെ സ്വത്വ നിലനിൽക്കുന്നത് അവരുടെ ഭരണത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ മാർഷ്യൽ ആർട്ട് ഭാരതത്തിൻ്റെ ഒരു തനിമയിൽ ഊന്നി നിന്നിട്ടുള്ളതാണ്. നമ്മുടെ കളരി, മഹാരാഷ്ട്ര ഭാഗത്തേക്ക് എത്തിയാൽ അഖാഡകൾ, എല്ലാ ഭാഗത്തും. ഇതിനെയൊക്കെയും ഇതൊക്കെ തീവ്രവാദം വളർത്തുന്നതിനാണ് എന്നൊക്കെയുള്ള അവരുടെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവരിതിനെയെല്ലാം നിരോധിച്ചു. വ്യത്യസ്തമായ തലങ്ങളിലാണ് നമ്മൾ ഇരുവരും, അല്ലെ നമ്മളെ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരനോ പാശ്ചാത്യനോ അതേപോലെ ഭരിക്കപ്പെടുന്ന നമ്മൾ നിലകൊള്ളുന്നത് എന്നതിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർ ചെയ്തത് അവരുടെ തലത്തിലേക്ക് നമ്മളെ വലിച്ചു താഴ്ത്താനാണ് ശ്രമിച്ചത്. ഭാരതത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരം ഇത്തരം ഹീന ശ്രമങ്ങൾക്കെല്ലാം എതിരെയാണ്. അതിലൊന്നായിരുന്നു പൊളിറ്റിക്സ്. പക്ഷേ വിധിവശാൽ നമ്മൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്, നമ്മുടെ ഭാരതത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സത്യാഗ്രഹങ്ങളും അല്ലെങ്കിൽ ആയുധമെടുത്തുള്ള വിപ്ലവകാരികളുടെ പോരാട്ടവും മാത്രമാണ് പറയുക. അപ്പോൾ ഈ പുസ്തകത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചത് ബഹുതല സ്പർശിയായിട്ടുള്ള, മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. അത് വിദ്യാഭ്യാസത്തിൽ എങ്ങനെയായിരുന്നു, കലയിൽ എങ്ങനെയായിരുന്നു, സിനിമയിൽ എങ്ങനെയായിരുന്നു, തിയേറ്ററിൽ എങ്ങനെയായിരുന്നു എന്ന് എല്ലാം പരാമർശിക്കാൻ മഹർഷി അരവിന്ദൻ നൽകിയ ആ ഒരു നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ ഈ പുസ്തകം അത്ര സമഗ്രമായൊരു പുസ്തകമാണ്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം മുഴുവൻ അതിൽ ആവിഷ്കൃതമായിട്ടുണ്ട് എന്ന് പറയുന്നത് അതിശയോക്തി മാത്രമല്ല, ഒരു മഹാതിശയോക്തിയാണ്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ചെയ്യാൻ സാധ്യവുമല്ല. എത്ര വർഷത്തെ പഴക്കമാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിനുള്ളത്? ശരിയാണ്, സഞ്ജേട്ടൻ പറഞ്ഞതുപോലെ ആധുനിക കാലത്ത് 905 മുതൽ നടന്ന ആ തിലക യുദ്ധം, അല്ലെങ്കിൽ വന്ദേമാതര യുദ്ധം, അല്ലെങ്കിൽ ബംഗാൾ വിഭജന വിരുദ്ധ സമരകാലത്ത് ഭാരതം ആസകലം ആ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷേ കടന്നു വന്നവനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടം എല്ലാ പ്രദേശങ്ങളിലും അവൻ എപ്പോഴാണോ ഇവിടെ കാലെടുത്തു വെച്ചത്, അതേപോലെ എപ്പോഴാണോ ഭാരതീയന് ബോധ്യപ്പെട്ടത്, ആ പ്രദേശത്തെ ഭാരതീയർക്ക് ബോധ്യപ്പെട്ടത് ഇവൻ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ തനിമയ്ക്ക് മേലെയാണ് എന്ന് ബോധ്യപ്പെട്ടത്, അപ്പോൾ തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ തൊട്ടയൽവക്കത്തുകാരിയായ മംഗലാപുരത്തെ ഉള്ളാൾ പ്രദേശത്തെ റാണി അബ്ബക്ക പോർട്ടുഗീസുകാർക്കെതിരായിട്ട് പൊരുതിയത്. ആ പോരാട്ടം ഭാരതത്തിൻ്റെ സ്വത്വത്തെ, തനിമയെ, നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോഴിക്കോടുകാരനായ സാമൂതിരി നാവികപ്പടയെ അയച്ചു കൊടുത്തിട്ട് റാണി അബ്ബക്കയെ സഹായിച്ചത്. നമ്മുടെ ഏത് ചരിത്ര പുസ്തകത്തിലാണ് നമ്മളിത് പഠിച്ചിരിക്കുന്നത്? ഈ റാണി അബ്ബക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ അവരെയാണ് ആ പ്രദേശത്ത് നാടൻ പാട്ടുകളിൽ അഭയറാണി ആയി വാഴ്ത്തപ്പെടുന്നത്. അഭയറാണി. ഇത് നടക്കുന്ന 1540-45 കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം.
നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഉടനെ പറയുക 857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അന്ന് മുതലാണ് തുടങ്ങിയെന്ന് പറയും. ചിലർ പറയും പ്ലാസി യുദ്ധം മുതലാണ് തുടങ്ങിയെന്ന് പറയും. അതിനൊക്കെ എത്രയോ മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ പോരാട്ടം. ഞാനിവിടെ അബ്ബക്കയുടെ കഥ പറയാൻ, ചരിത്രം പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. അബ്ബക്കയുടെ ഭർത്താവ് പോർച്ചുഗീസുകാരോടൊപ്പം ചേർന്നിരുന്നു. പൈസയുടെ മോഹത്തിൽ, പണത്തിൻ്റെ മോഹത്തിൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കാം. പക്ഷെ റാണി അബ്ബക്ക അദ്ദേഹത്തോടൊപ്പം പോയില്ല. സൈന്യത്തെ പുനഃസംഘടിപ്പിച്ച് സൈന്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരായിട്ടുള്ള യുദ്ധം നടത്തി പലവട്ടം. അപ്പം മംഗളൂർ പോർട്ടൊക്കെ കീഴടക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ പല ഉരു ശ്രമിച്ചിട്ടും സാധിക്കാതെ വന്നത് അബ്ബക്കയുടെ ധീരമായ പോരാട്ടമാണ്. കടലാഴങ്ങൾ വരെ, കടലിൻ്റെ ഉള്ളിൽ വരെ പോയി എതിർക്കുമായിരുന്നു, ഓടിക്കുമായിരുന്നു. ആ യുദ്ധത്തിൻ്റെയൊക്കെ തുടക്കഘട്ടത്തിൽ ഉള്ളാൾ പ്രദേശത്തെ കുറച്ച് യാഥാസ്ഥിതികവാദികളായ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ആൾക്കാരുണ്ടല്ലോ, വിവേകാനന്ദ സ്വാമികൾ, അവരെക്കുറിച്ചാണ് വെട്ടുക്കിളികളെപ്പോലെ ഈ പുരോഹിതവർഗം ഭാരതത്തിൻ്റെ മേലെ പാഞ്ഞു വീണെല്ലാം തിന്ന് നശിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ദൗർബല്യം ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ആ വെട്ടുക്കിളി കൂട്ടം, അവര് അബ്ബക്കയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. നീ ചെയ്യുന്നത് അധർമ്മമാണ്. എന്താ? നീ ഭർത്താവ് പോയ വഴിയെ പോണം, അതാണ് പത്നീധർമ്മം എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചു. സനാതനധർമ്മത്തിൽ പത്നീധർമ്മം എന്ന് പറഞ്ഞാൽ ഭർത്താവ് പോയ വഴിയെ പോണം, നീ അങ്ങനെ പോകാതിരിക്കുന്നത് ശരിയല്ല എന്നാണ്. രാജസഭ വിളിച്ചുകൂട്ടിയ ആ ധീരയായ യുവതി പ്രഖ്യാപിച്ചു. അവർ മരിക്കുമ്പോൾ ഇപ്പോഴും 45 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ യുവതി എന്ന് പറഞ്ഞത്. ആ ധീര യുവതി സഭ വിളിച്ചുകൂട്ടി പറഞ്ഞു, എൻ്റെ സനാതനധർമ്മം എന്നെ പഠിപ്പിക്കുന്നത് പത്നീധർമ്മം, സ്ത്രീധർമ്മം അനുഷ്ഠിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ധർമ്മമുണ്ട്, അതിനെല്ലാം ഉപരിയായിട്ടുള്ള ദേശധർമ്മം. ഈ ദേശത്തോടുള്ള എൻ്റെ കടപ്പാട് എനിക്ക് നിർവഹിച്ചേ പറ്റുള്ളൂ, അതിന് ഞാൻ യുദ്ധം ചെയ്യുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആ സ്ത്രീ ചെയ്തത്, ആ റാണി ചെയ്തത്. അപ്പൊ അങ്ങനെ തുടങ്ങിയ നിരവധി പോരാട്ടങ്ങൾ നമ്മുടെ തൊട്ടയൽവക്കത്ത്, ഇവിടെ തെക്കൻ ഭാഗത്ത് വേലു നാച്ചിയാരെ പോലുള്ള ധീരയായ വനിതകൾ നടത്തിയ പോരാട്ടം. ശിവഗംഗ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തു നിന്ന് വളരെ ദൂരെയൊന്നുമല്ല. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് പൂർണ്ണമായിട്ട് വേലു നാച്ചിയാരുടെ പോരാട്ടത്തെക്കുറിച്ച് അറിയാം? കുയിലിയുടെ ധീര ബലിദാനത്തെക്കുറിച്ച് നമുക്കറിയാം എത്ര പേർക്ക്? ഇത് നമ്മുടെ ആരുടെയും കുറവ് കൊണ്ടല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എങ്ങനെയാണ് കുയിലി ദേഹമാസകലം കത്തിപ്പടരാൻ ശക്തിയുള്ള വെണ്ണയും എണ്ണയും തേച്ച്, അല്ലെങ്കിൽ അതിൽ കുളിച്ച്, ബ്രിട്ടീഷുകാരൻ്റെ ആർമമെന്റ് ഡിപ്പോയിൽ, വെടിമരുന്ന് ശാലയിലേക്ക് ഒരു തീപ്പന്തമായി, സ്വയം ഒരു ശരീരം ഒരു തീപ്പന്തമാക്കിക്കൊണ്ട് എടുത്തു ചാടി ആ ആർമമെന്റ് ഡിപ്പോ മുഴുവൻ, വെടിമരുന്ന് ശാല മുഴുവൻ തകർത്ത് ശിവഗംഗയുടെ വിജയത്തിന് കാരണമായിട്ടുള്ള വഴിയൊരുക്കി എന്ന് ചരിത്രം. നാച്ചിയാർക്കും കുയിലിക്കും ശേഷം ആ പോരാട്ടം ശിവഗംഗ മേഖലയിൽ നേതൃത്വം കൊടുത്ത മരുതു സഹോദരന്മാർ എന്തുകൊണ്ടാണ് അവരുടെ പോരാട്ടത്തിന്റെ പ്രഖ്യാപന രേഖയ്ക്ക് ജംബുദ്വീപ പ്രകടന എന്ന് പേരിട്ടത്? ഇപ്പോ വേലുത്തമ്പിയുടെ വിളംബരം പോലെ മരുതു സഹോദരന്മാർ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു വിളംബരമുണ്ട്. ആ വിളംബരത്തിന് അവർ കൊടുത്ത തലക്കെട്ട്, ഇപ്പൊ ഇന്നിപ്പോ തമിഴ് വികാരവും ദ്രാവിഡ വികാരവും ഒക്കെ പറഞ്ഞ് നാട്ടിൽ വീണ്ടും കലാപം ഉണ്ടാക്കാൻ ചില ആൾക്കാരൊക്കെ ശ്രമിക്കുമ്പോൾ അവരൊക്കെ പഠിക്കേണ്ടതാണ് ആ ജംബുദ്വീപ പ്രകടന. ജംബുദ്വീപേ ഭാരതഖണ്ഡേ ഭാരതവർഷേ കാവേരി നദി തീരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സങ്കല്പം ചെയ്യും പൂജ ചെയ്യുന്നതിന് മുമ്പ്, ഏതെങ്കിലും പൂജ ചെയ്യുന്നതിന് മുമ്പ്. ആ ജംബുദ്വീപം, വിശാല ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം മനസ്സിലുണ്ടായിരുന്നവരായിരുന്നു ആ പോരാടിയത് മരുതു സഹോദരന്മാർ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളെപ്പോഴും ഈ 567 നാട്ടുരാജ്യങ്ങളെ ഒരു തുള്ളി ചോര പോലും പൊടിയാതെ യോജിപ്പിച്ച മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് പട്ടേലിനെയും വി പി മേനോനെയും ഒക്കെ നമ്മൾ ആദരവോടുകൂടി സ്മരിക്കാറുണ്ട്. സ്മരിക്കണം, എപ്പോഴും സ്മരിക്കണം. അവരുടെ ധീരോദാത്തമായ കുശാഗ്ര ബുദ്ധിയോട് കൂടിയിട്ടുള്ള അസാമാന്യമായ നയതന്ത്ര സാമർഥ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനത്തെ നമുക്ക് എത്ര കാലം സ്മരിച്ചാലും പൂർണ്ണാവില്ല. പക്ഷേ ഒരു പക്ഷേയുണ്ടതിൽ. എന്തുകൊണ്ടാണ് പട്ടേലിനും വി പി മേനോനും അത് കഴിഞ്ഞത്? അവരുടെ സാമർഥ്യമുണ്ട്, അവരുടെ ദേശീയ ബോധം, അവരുടെ ദേശഭക്തി അതിനവരെ സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനവർക്ക് സഹായകമായിരുന്ന മറ്റൊരു ഘടകം ഭാരതം അതിനു മുമ്പേ ഒന്നായിരുന്നു എന്നതാണ്. നമ്മുടെ DNA-യിൽ, നേരത്തെ പറഞ്ഞില്ലേ ഭാരതീയത്വം നമ്മുടെ ഓരോരുത്തരുടെയും DNA-യിൽ സമാനമാണ് എന്ന് പറഞ്ഞതുപോലെ, കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള ഈ വിശാല ഭാരതത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഏകത്വത്തിൻ്റെ ഘടകം അന്നേ തന്നെ ഉണ്ട്.
ബാബാ സാഹേബ് അംബേദ്കർ 1916 അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പർ ഓൺ കാസ്റ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ജാതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. അത് പുസ്തകരൂപത്തിൽ വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്, ഭാരതം ലോകത്തുള്ള ഒരു രാജ്യത്തിനും കിടപിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഹോമോജിനിറ്റിയുള്ള നാടാണ്, ഒരു ഐക്യമുള്ള നാടാണ്, ഏകതയുള്ള നാടാണ്. ദാറ്റ്സ് നോട്ട് മിയർ ജോഗ്രഫിക്കൽ ഹോമോജിനിയസ് യൂണിറ്റി, ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു ഏകതയല്ല അത്. അതിനന്തര്യാമിയായി വർണ്ണിക്കുന്നത് there is an indubitable cultural unity which spreads from end to end. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്ന് പറഞ്ഞാൽ തെക്കൻ മുനമ്പ് മുതൽ അങ്ങേ അറ്റം വരെ പരന്നു കിടക്കുന്ന ഒരു കൾച്ചറൽ യൂണിറ്റി ഉണ്ട് ഭാരതത്തിന്. ആ കൾച്ചറൽ യൂണിറ്റിയുടെ ഒരു വിശേഷണം അംബേദ്കർ കൊടുത്തത് an indubitable cultural unity എന്നാണ്. അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം? നമ്മളെല്ലാത്തിൻ്റെയും കാരണം അന്വേഷിച്ചു പോയെങ്കിൽ മാത്രമേ ഈ സ്വത്വം എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കടന്നെത്തുവാൻ കഴിയുകയുള്ളൂ. ഭാരതത്തിന് സമാനമായിട്ടുള്ള നമ്മുടെ ആത്മവത്ത, നമ്മുടെ ഒരു സെൽഫ്ഹുഡ്, നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ വ്യക്തിത്വം, അതിനെയാണ് ഇവിടെ വർണ്ണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഈ ഏകതയ്ക്ക് കാരണമായി നിലകൊള്ളുന്നത്. ആ ഏകത ഉണ്ട് എന്നതിൻ്റെ അതിശക്തമായ പ്രഖ്യാപനമാണ് ഹിന്ദു സ്വരാജ് എഴുതുന്ന സമയത്ത് മഹാത്മാഗാന്ധിജിയെ പ്രേരിപ്പിച്ചത്. ആ സ്വത്വാവേശത്തിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭൂതാവേശിതനായി ഗാന്ധിജി ഹിന്ദു സ്വരാജ് 9 ദിവസം കൊണ്ട് എഴുതി തീർത്തത്. ഹിന്ദു സ്വരാജിൻ്റെ എഴുത്തിനെ കുറിച്ച് പറയും, വലത് കൈ കൊണ്ട് എഴുതി രാവും പകലും ഒരുപോലെ എഴുതി കൈ തളരുമ്പോൾ ഇടത് കൈ കൊണ്ട് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഗാന്ധിജി. ആ പുസ്തകം അങ്ങോളം ഇങ്ങോളം വായിച്ചാൽ ചിലർക്ക് താത്വികമായി വിയോജിപ്പുള്ള ചില മേഖലകൾ ഉണ്ടായേക്കാം, അതിരിക്കട്ടെ. പക്ഷെ അതിനപ്പുറം അദ്ദേഹം അതിശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുകയാണ്. ഭാരതം അനാദികാലം മുതലേ ഒന്നായിരുന്നു എന്ന വാദമുഖം, അതിന് പ്രേരണയായി വർത്തിക്കുന്ന ഘടകമേത് എന്നുള്ള സുചിന്തിതമായ ശാസ്ത്രീയമായ വിശദീകരണം, അതാണ് ഹിന്ദു സ്വരാജ്. അംബേദ്കർ പറഞ്ഞതും അതേപോലെ മഹാത്മാഗാന്ധിജി പറഞ്ഞതും രണ്ടും ആവർത്തനങ്ങളാണ്. ആരുടെ ആവർത്തനം? ആ വൈദിക പ്രഖ്യാപനം, സമുദ്രപര്യന്ത ഏകരാട് എന്ന ആ വൈദിക പ്രഖ്യാപനം, വൈദിക ഋഷിമാർ നടത്തിയ പ്രഖ്യാപനം എത്രായിരം വർഷങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചു വെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം വരിഷം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. ഇപ്പം അടുത്ത കാലത്തായിട്ട് ചിലർക്കൊക്കെ ഒരു സംശയമാണ്, ഇത് ഭാരതം എന്ന് വിളിക്കണോ ഇന്ത്യ എന്ന് വിളിക്കണോ? എന്ത് വിളിച്ചാലും വലിയ തിരക്കേടൊന്നുമില്ല. ഒരു ONV കുറുപ്പ് സാറ് പണ്ട് പാടിയതുപോലെ, പേരെന്ത് തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ്, കോതമ്പ് പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതുപോലെ ഭാരതം ഇന്ത്യ ആയാലും സനാതന ആയാലും എന്ത് വിളിച്ചോളൂ, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പൂർവികന്മാരിട്ട പേര് വിളിക്കണം. അതാണല്ലോ. തൊട്ട അയൽവക്കത്തെ വീട്ടുകാരനോ അല്ലെങ്കിൽ കച്ചവടത്തിനോ, എണ്ണ കച്ചവടത്തിന് വീട്ടിൽ വന്നാലും ഈ മീൻ കച്ചവടത്തിന് വന്നവൻ കണ്ടപ്പോൾ തോന്നി നിനക്ക് ഇന്ന ടിൻടു എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ടു എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിമാനം കൊള്ളരുത്. പക്ഷെ അതിന് 1000 വർഷം പഴക്കം ഉണ്ടാവാൻ ചിലപ്പോൾ. ഇന്ത്യ എന്ന പദത്തിനും വളരെ പഴക്കമുണ്ട്. അത് പുതിയതാണെന്നൊന്നും ആരും പറയരുത്. പുതിയതൊന്നുമല്ല, പഴയത് തന്നെയാണ്. അതുകൊണ്ടാണ് സെയിന്റ് അവസ്ഥയിലും ഒക്കെ ഇണ്ട് എന്ന പരാമർശമുള്ളത്. പക്ഷേ ഇത് കടന്നു വന്നവനിട്ട പേരാണ്. നമുക്ക് അതിനോട് എതിർപ്പൊന്നുമില്ല നമുക്ക്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ ഭാരതം എന്ന ആ പ്രയോഗമില്ലേ, അംബേദ്കർ പറഞ്ഞ ഇൻഡ്യൂബിറ്റബിൾ യൂണിറ്റി ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഭാരതത്തിൻ്റെ യൂണിറ്റിയെ കുറിച്ചാണ്. ഹിന്ദു സ്വരാജിൽ മഹാത്മാഗാന്ധിജി എഴുതിയത് ഏതിൻ്റെ യൂണിറ്റിയെ കുറിച്ചാണ്? ആ ഭാരതത്തിൻ്റെ യൂണിറ്റിയെ കുറിച്ചാണ്. അവരാവർത്തിക്കുകയാണ്, അവരുടെ വാക്കുകളിലൂടെ പ്രതിധ്വനിക്കുകയാണ് ചെയ്തത്. വേദകാലം മുതലേ നമ്മൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വേദപൂർവ്വകാലം മുതലേ നമ്മൾ കൊണ്ടാടിപ്പോരുന്ന ഈ ഭാരതത്തിൻ്റെ ഏകത, ഭാരതത്തിൻ്റെ ഐക്യം, ഭാരതത്തിൻ്റെ ആ ഏകതയെക്കുറിച്ചാണ്, ഈ സാംസ്കാരിക ഏകതയെക്കുറിച്ചാണ് രാമനോഹർ ലോഹ്യ പറഞ്ഞത്. ഇവരെല്ലാം അത് തന്നെയാണ് പറഞ്ഞത്. ലോഹ്യ പറഞ്ഞു, ലോർഡ് രാമ കണക്റ്റഡ് നോർത്ത് വിത്ത് സൗത്ത്, Lord Sri Krishna connects west with east, and Lord Shiva is present in each and every particle of this land. രാമൻ വടക്കിനെ തെക്കിനോട് യോജിപ്പിച്ചു. അതുകൊണ്ടല്ലേ രാമനൊക്കെ ഇപ്പോൾ വീണ്ടും ഉണർന്നു വരുന്നത്. കൃഷ്ണൻ പടിഞ്ഞാറിനെ കിഴക്കിനോട് യോജിപ്പിച്ചു.
ശിവൻ ഈ ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണിലും സ്ഫുരിക്കുകയാണ്, സ്പന്ദിക്കുകയാണ് എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഈ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മഹാനായ വിപ്ലവകാരി, വിപ്ലവ കവി അഷ്ഫഖുള്ള ഖാൻ മുസൽമാനായി ജനിച്ച ആളാണ്. ആരാധന കൊണ്ട്, വിശ്വാസം കൊണ്ട് അദ്ദേഹം ഒരു പ്രാക്ടീസിങ് മുസ്ലിം തന്നെയായിരുന്നു. പക്ഷേ ഗീതയിൽ വിശ്വസിക്കാനോ ഈ കൃഷ്ണനിൽ വിശ്വസിക്കാനോ രാമനിൽ വിശ്വസിക്കാനോ അദ്ദേഹത്തിന് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്താ അഷ്ഫഖുള്ള ഖാൻ എഴുതിയത്? മുസൽമാൻ ഹോനെ കെ കാരൺ പുനർജന്മ പർ വിശ്വാസ ന രഖ്താ ഹൂം മുझे. മുസൽമാൻ ആയതുകൊണ്ട് എനിക്ക് പുനർജന്മത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ അഗർ ഖുദാ മേരെ സാമനെ ആ ഗയാ തോ ധൈലാ ഫൈലാ കെ मैं मांगूंगा पुनर्जन्म नहीं जन्नत नहीं पुनर्जन्म ही मांगूंगा. दोबारा जन्म लेना है मुझे. എന്തിന്? ഈ ഭാരതത്തെ മോചിപ്പിക്കാൻ, ഭാരതത്തിൻ്റെ നന്മയെ മോചിപ്പിക്കാൻ. ഈ വസ്തുതകളെ മതാതീതമായ ആ ഭാരതത്തിൻ്റെ ഏകത, ഏകത്വം, സാംസ്കാരിക ഏകത്വം എന്ന് പറയുന്ന ആ വസ്തുതയെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഉതകുന്ന വിധത്തിലുള്ള പാഠ്യ സമ്പ്രദായങ്ങൾ, സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായാലേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ട്രൂ പെർസ്പെക്റ്റീവ്, ട്രൂ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനൊക്കെ പ്രേരണയാകണം എന്ന ഒരു വിനീതമായ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വർഷാചരണത്തോടനുബന്ധിച്ച് ഭാരതമാസകലം നടന്ന ഒരു വലിയ വൈചാരിക മുന്നേറ്റത്തിന് നമ്മുടെ പ്രവർത്തകന്മാർക്ക് വായിക്കാനും മനസ്സിലാക്കാനും അവരുടെ പ്രസംഗങ്ങൾ തയ്യാറാക്കാനുമുള്ള ഒരു ഗൈഡ് ബുക്ക് എന്ന നിലയിൽ, ഒരു ഫ്രെയിം വർക്ക് എന്ന നിലയിൽ ഒരു ചെറിയ പുസ്തകം തയ്യാറാക്കിയിരുന്നു. നേരത്തെ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ അതും പറഞ്ഞിരുന്നു. ഭാരത് അറ്റ് 75, ഭാരതത്തിൻ്റെ സ്വരാജ് അറ്റ് 75 എന്ന് പറഞ്ഞൊരു ചെറിയ ഇംഗ്ലീഷ്, അതേപോലെ അതിൻ്റെ ഹിന്ദി പുസ്തകവും തയ്യാറാക്കി. 100-110 പേജുള്ള പുസ്തകം. ഞാൻ പറഞ്ഞു, ഒരു ഗൈഡ് ബുക്ക് എന്ന നിലയ്ക്ക്, ഒരു അപ്രോച്ച് പേപ്പർ എന്ന നിലയ്ക്ക് തയ്യാറാക്കിയതാണ്. അത് പ്രിന്റ് ചെയ്ത് ഭാരതത്തിലെ എല്ലാ ഭാഗത്തും എത്തിച്ചു. അത് പൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് കാണാനും വായിക്കാനും ഇടയായി. അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ മെയ് ജൂൺ മാസത്തിലെ സംഘത്തിൻ്റെ നാഗപ്പൂർ ശിബിരത്തിനിടയിൽ ഒരു ദിവസം 2-3 ദിവസം അവിടെ നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വായിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം പുസ്തകം, ആ ചെറിയ പുസ്തകം. അദ്ദേഹം ഒന്ന് ആവശ്യപ്പെട്ടു, കിട്ടുന്ന സമയം അനുസരിച്ച് ഇതിനെ ഒന്ന് വിപുലപ്പെടുത്തൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമുക്ക് നമ്മുടെ പരിചയവും കഴിവും വായിച്ചറിവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് വിപുലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെയാണ് ദ ബാറ്റിൽ ഫോർ നാഷണൽ സെൽഫ്ഹുഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പുസ്തകം രൂപപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ആ പുസ്തകത്തിൻ്റെ മറ്റ് ഭാഷകളിലെ പരിഭാഷകൾ മറ്റു ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. അന്നേ ചെയ്യേണ്ടതായിരുന്നു. സത്യത്തിൽ മലയാളിയായ നമ്മൾ എഴുതുമ്പോൾ മലയാളത്തിലാണല്ലോ സത്യത്തിൽ എഴുതേണ്ടിയിരുന്നത് സത്യത്തിൽ. അപ്പോൾ അത് വൈകി. ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അത് വായിക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോടു കൂടി വായിക്കുക. വലിയ വാക്കുകളൊക്കെ സുരേഷ് ബാബുജിയൊക്കെ പറഞ്ഞു. അത് എന്താണ്, ഗോപി സാറും ഇത് റിസർച്ചുകളുടെ ഒരു സമാഹാരമാണെന്നൊക്കെ, അങ്ങനെയൊക്കെ പറയത്തക്ക വിധത്തിലുള്ള ഉയർച്ചയൊന്നും ആ പുസ്തകത്തിനുള്ളതായി ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നിഷ്പക്ഷമായി നിന്നുകൊണ്ട് പറയുകയാണ്. പക്ഷേ ഈ പുസ്തകം വിദ്യാർത്ഥികൾക്ക്, ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രേരണയാകാൻ വേണ്ടി ഉതകുമെങ്കിൽ ഈ പരിശ്രമം സാർത്ഥകമായി എന്ന് കണക്കാക്കാൻ പറ്റും. അതായത് ഇതിൻ്റെ ഓരോ പേജിലും വർണ്ണിക്കുന്ന സംഭവങ്ങൾ ഓരോന്നും സമഗ്രമായിരുന്നു. സ്വാതന്ത്ര്യസമരം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരം എന്ന് പറയുമ്പോൾ ചില ബിന്ദുക്കൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെയും വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ ഭാരതത്തിൻ്റെ എല്ലാ മേഖലകളിലും യുദ്ധം നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടായാലും മറ്റ് പാശ്ചാത്യ കടന്നുകയറ്റക്കാർക്കെതിരായിട്ടായാലും പോർത്തുഗലിനെതിരായിട്ടായാലും ഫ്രഞ്ചുകാർക്കെതിരായിട്ടായാലും ഒക്കെ യുദ്ധം നടന്നിട്ടുണ്ട്. അത് താഴെ തട്ടിലുള്ള ജനങ്ങൾ മുതൽ വളരെ മുകളിൽ തട്ടിലുള്ളവർ വരെ നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ധീരോദാത്തവും ഏറ്റവും തുടർച്ചയായി നടത്തിയ പോരാട്ടം ദ സോ കോൾഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പെട്ടവരാണ്.
ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുന്ന ഒരു നരേറ്റീവ് എന്താണെന്ന് വെച്ചാൽ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച പുരുഷന്മാർ നടത്തിയ പോരാട്ടമാണ് എന്നാണ് ഒരു നരേറ്റീവ്. സത്യത്തിൽ സൂക്ഷ്മമായ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പട്ടണങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ പലതും ഹ്രസ്വകാലങ്ങളിലേക്കാണ് എങ്കിൽ വനാന്തരങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ വനവാസി സഹോദരന്മാരും കൃഷിക്കാരും നടത്തിയ പോരാട്ടങ്ങളാണ് ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന പോരാട്ടം. ദ പെസൻസ് വാർ ഭാരതത്തിൽ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. നമ്മുടെ തന്നെ കുറിച്യ പോരാട്ടം, പഴശ്ശി വീണിട്ടും എത്ര നാളുകൾ അവരവരുടെ പോരാട്ടം തുറന്നുകൊണ്ടേയിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം. സോ ആ വസ്തുത. അതേപോലെ ഞാനിവിടെ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് മുഴുവൻ സ്ത്രീകളായ നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെ കുറിച്ചാണ്. ബ്രിട്ടീഷ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ നാടുകൾ, ഇത് മതവിരുദ്ധമാണെന്ന് കണക്കാക്കരുത് ആരും, പക്ഷെ ഒരു പരാമർശം നടത്താതിരിക്കാൻ നിവർത്തിയില്ല. ബ്രിട്ടീഷുകാരുൾപ്പെടെയുള്ള പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ സ്ത്രീ മനുഷ്യജീവിയാണോ എന്ന് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന കാലത്താണ് റാണി അബ്ബക്കയും വേലുനാച്ചിയാരും റാണി ചന്നമ്മയും ഒക്കെ പുരുഷന്മാരുടെ സേനയെ നയിച്ച് ഈ വിദേശികളോട് പൊരുത്തിക്കൊണ്ടിരുന്നത്. പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് വീണ്ടും ചർച്ച നടന്നു, പുരുഷന്മാരോടൊപ്പം സീറ്റ് കൊടുക്കത്തക്ക വിധത്തിലുള്ള യോഗ്യതയുണ്ടോ സാമാന്യ സ്ത്രീകൾക്ക്? പാശ്ചാത്യരുടെ നാടുകളിൽ ചർച്ച നടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചില ആൾക്കാരൊക്കെ വാദഗതികൾ ഉന്നയിച്ചു ചില ചർച്ചകളിലൊക്കെ. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ അമ്മയും ഒരു സ്ത്രീ ആയിരുന്നില്ലേ, അപ്പോൾ ആത്മാവില്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഒരു തീർപ്പ് കൽപ്പിച്ചു, 50% ആത്മാവ് കൊടുക്കാം. അപ്പോഴും പൂർണ്ണമായ ആത്മാവിന് അർഹരല്ല സ്ത്രീകളെന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇത് നടന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. ഭാരതത്തിന് 1947 ആഗസ്റ്റ് 14-നും 15-നും ഇടയിലുള്ള അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഒരു സ്ത്രീക്കും പോരടിക്കേണ്ടി വന്നിട്ടില്ല, ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടവകാശം ഞങ്ങൾക്കും കിട്ടണം എന്നിവിടെ ഒരു യുദ്ധവും നടന്നിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ അടക്കം സ്ത്രീകൾ ഉണ്ടായിരുന്നു, അതിൽ പങ്കാളികളായിരുന്നു. കേരളക്കാരിയായ ദാക്ഷായണി വേലായുധൻ, പിന്നോക്കക്കാരിയായ ജാതി പറയുകയാണെങ്കിൽ, ജാതി പറയണമല്ലോ ഇന്നത്തെ കാലത്ത്, അതാണല്ലോ പൊളിറ്റിക്കലി കറക്റ്റ്. പൊളിറ്റിക്കൽ ജാതി പറയാതെ ഹിന്ദു എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്, എന്നാൽ നായരെന്നോ ഈഴവെന്നൊക്കെ പറഞ്ഞാൽ അത് പൊളിറ്റിക്കലി വളരെ കറക്റ്റാണ്. കേരളത്തിൽ ഹരിതാഭയുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പിന്തിരിപ്പൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയുടെ കവിത കേരള ഗാനമായി ഉൾപ്പെടുത്താൻ പറ്റില്ല. ഹരിത എന്നുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, വേറെ എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നതെങ്കിൽ പൊളിറ്റിക്കലി കൂടുതൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തണമെന്നാണ്. ഞാനിപ്പോൾ അതിൻ്റെ കേരള ഗാനത്തിൻ്റെ പിന്നുള്ള ചർച്ച കേട്ടപ്പോൾ അമ്പരന്ന് പോയി. ബോധേശ്വരൻ എഴുതിയ ഗാനം ഉണ്ട് അവിടെ ഓൾറെഡി. ആ ബോധേശ്വരൻ്റെ ഗാനത്തെയൊക്കെ തള്ളിക്കളഞ്ഞു, കാരണം അതൊക്കെ പിന്തിരിപ്പത്താണ്. ഇരിക്കട്ടെ. ഏതായാലും ഭാരതത്തിലെ സ്ത്രീകൾ ഒരു ഘട്ടത്തിലും പിന്നാക്കം നിന്നിട്ടേയില്ല, പിന്നാക്കം പോകേണ്ട ആവശ്യവും വന്നിട്ടില്ല. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും, ഇംഗ്ലണ്ടിൻ്റെ തെരുവീഥികളിലൂടെ സ്ത്രീകൾ ഉത്സാഹത്തോടുകൂടി അവർക്ക് വോട്ടവകാശം കിട്ടിയതിൻ്റെ 100-ാം വർഷം ആഘോഷിച്ചു. 100-ാം വർഷം ആഘോഷിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ നടന്നിരുന്നു. ആ സ്ഥാനത്താണ് ഭാരതത്തിൽ കടന്നു വന്ന ആക്രമണകാരികൾക്കെതിരെ ധീരോദാത്തമായ പോരാട്ടം നടത്തിയത് മുൻപന്തിയിൽ നിന്ന് നടത്തിയ സ്ത്രീകളായിരുന്നു. അവരിൽ തന്നെ ദ സോ കോൾഡ് പിന്നാക്കക്കാരായിരുന്നു. അവരും വനങ്ങളിലും പിന്നാക്ക പ്രദേശങ്ങളിലുള്ളവരായിരുന്നു. ഇത്തരം വശങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടേക്ക് കടന്നു വന്ന ഈ വിദേശികൾ എന്തിനാണ് വന്നത്? നമ്മുടെ ഒരു സങ്കല്പം എന്താ? കച്ചവടത്തിന് വന്നതാണ്, കച്ചവടത്തിന് വേണ്ടി വന്നതാണ്. അക്കരെ ദൂരത്ത് എവിടുന്നോ പത്തേമാരികൾ പാഞ്ഞെത്തി എന്നൊക്കെയാണ്. പത്തേമാരി എന്തിനാ വന്നത്? കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. കച്ചവടം നടത്താനാണോ ഇവർ സത്യത്തിൽ വന്നത്? ഇപ്പോഴും നമ്മുടെയൊക്കെ പ്രസംഗങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പറയാറുണ്ട്, കച്ചവടത്തിന് വന്നവർ നമ്മുടെ ഉടമകളായി മാറി എന്ന് പറയാറുണ്ട്. ഏത് കച്ചവടം നടത്താനാണ് അവർ വന്നത്? സൂക്ഷ്മമായിട്ട് പഠിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോർച്ചുഗീസുകാർ ഇവിടേക്ക് വന്നത് ഒരു പ്ലാൻ ഇല്ലാതൊന്നുമല്ല. ടോർഡിസിലസ് എന്ന് പറയുന്ന സ്പെയിനിലെ നഗരത്തിൽ വെച്ച് നടന്ന കുപ്രസിദ്ധമായ ടോർഡിസിലസ് ട്രീറ്റിക്കനുസൃതമായി പുതുതായി കണ്ടെത്തപ്പെടുന്ന ലോകരാഷ്ട്രങ്ങളുടെ അധികാരം കിഴക്കുള്ളത് മുഴുവൻ പോർച്ചുഗലിനും പടിഞ്ഞാറുള്ളത് മറ്റൊരു ക്രൈസ്തവ സാമ്രാജ്യമായ സ്പെയിനും പങ്കുവെച്ചു കൊടുത്തു. ആസ് ഇഫ് ഇറ്റ് വാസ് ദ പോപ്സ് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി. ഈ ഭൂമി മുഴുവൻ പോപ്പിൻ്റെ ഒരു പരമ്പരാഗത സ്വത്താണ് എന്ന മട്ടിൽ ഭൂമിയെ വേർതിരിച്ചു കൊടുത്തു. എന്നിട്ടാണ് പോർച്ചുഗീസുകാരെത്തി. അദ്ദേഹത്തിൻ്റെ നല്ല ഉദ്ദേശമായിരുന്നു, കാരണം ഇവർ തമ്മിൽ അടിയുണ്ടാകാൻ തുടങ്ങി. അവരും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയാൽ ഒരിക്കലും കണ്ടുമുട്ടില്ലല്ലോ. ഇത് പരന്നാണല്ലോ കിടക്കുന്നത്, ഭൂമി എന്ന് പറയുന്നത് പരന്ന് കിടക്കാണല്ലോ.
അപ്പോൾ ഒരു കൂട്ടർ കിഴക്കോട്ട് പോവുക, ഒരു കൂട്ടർ പടിഞ്ഞാറോട്ട് പോയാൽ ഒരിക്കലും കണ്ടുമുട്ടുന്ന പ്രശ്നമില്ല. പുതിയ പുതിയ നേറ്റിൽ പുറങ്ങൾ കീഴടക്കി അവർ പൊയ്ക്കോളും എന്നാണ് പാവം ധരിച്ചത്. പക്ഷേ 2.5 വർഷത്തിനുള്ളിൽ അവർ തമ്മിൽ കണ്ടുമുട്ടി വീണ്ടും യുദ്ധം ഉണ്ടായി. അത് വേറെ ചരിത്രം. കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വന്നത്. നമ്മളെന്തിനാ ഭയക്കുന്നത്? സത്യം പറയാൻ ചരിത്രത്തിൽ നിങ്ങൾ ഭയം കൊണ്ടോ ആരെങ്കിലും പ്രീണിപ്പിക്കാനോ സത്യം പറയാതിരുന്നാൽ അതിലും വലിയൊരു അനീതി വളർന്നു വരുന്ന തലമുറയോട് ചെയ്യാനില്ല. അത് സത്യമായിട്ട് മനസ്സിലാക്കട്ടെ കാര്യങ്ങൾ. എന്തുകൊണ്ട് പാടില്ല? ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലുമൊക്കെ ഗവേഷണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്കും അത് പ്രേരണയാകുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രമം സാർത്ഥകമായി എന്ന് കരുതാൻ കഴിയും. പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. അത് സത്യത്തിൽ ഇത് അതിൻ്റെ പുറംചട്ടയിൽ പേരെഴുതിയിട്ടുള്ള ആൾക്ക് അവകാശപ്പെട്ടതല്ല. ഇതൊക്കെയും പല മഹാത്മാക്കളും പലവട്ടം പറഞ്ഞതും അവരൊക്കെ എഴുതി വെച്ചതും ആയിട്ടുള്ള രേഖകളിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ആ ഓരോ നല്ല വാക്കും അവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വരാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.